ലെറ്റ്സ് മേക്ക് മാംഗോ പ്യൂരി ജ്യൂസ്. അന്ന് ഞാൻ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ കുറച്ച് മാംഗോ പ്യൂരി എടുത്തിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ മാംഗോ പ്യൂരി അതിന് വേണ്ടത്, മാംഗോ പ്യൂരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ മാംഗോ പ്യൂരി ഒരു 2-3-4 ടീസ്പൂണും, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പാലൊഴിക്കുകയാണെങ്കിൽ പാലൊഴിക്കാം. ഞാനൊന്നും പാലെടുക്കണില്ല, കാരണം മഴയൊക്കെ അല്ലേ, കഫക്കെട്ട് പിടിച്ചാലും. അത് കാരണം മാംഗോ പൾപ്പ് എടുത്തിട്ട് 2 സ്പൂൺ ഇട്ട് വെക്കാം. കുറേ കാലം എടുത്ത് വെച്ചാൽ, ഇപ്പം നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ ഈ മാമ്പഴ സീസണിൽ മാമ്പഴം നിറയെ ഒരുമിച്ച് പഴുക്കുന്ന സമയത്ത് നമ്മൾ ഈ പൾപ്പ് എടുത്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ മാങ്ങ സീസൺ കഴിഞ്ഞിട്ട് വേനലിലായാലും ചെറുതായിട്ടൊക്കെ നമുക്ക് മാംഗോ ജ്യൂസ് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഈ പ്യൂരി എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ മാംഗോ പ്യൂരി, കുറച്ച് വെള്ളം, ഒരു 2 സ്പൂണ് പഞ്ചസാര. 2 സ്പൂൺ മതിയാവും, പഞ്ചസാര അധികം വേണ്ട, കാരണം നമ്മൾ പ്യൂരി ഉണ്ടാക്കണതേ വന്നിട്ട് പഞ്ചസാര ഇട്ട് കുറുക്കിയിട്ടായിരിക്കും. അപ്പോൾ അധികം പഞ്ചസാര വേണ്ട നമുക്ക്. ഷുഗർ കൂടിയാലോ, ഷുഗർ കട്ടെടുക്കണ്ടേ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയായി. അപ്പം ഇനി നമുക്കിതൊന്ന് കുടിക്കാം. അസലാ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടാം, സൂപ്പർ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ മാമ്പഴ സീസൺ കഴിയുന്നതിന് മുന്നിൽ എപ്പോഴും മാമ്പഴം അതേപോലെ പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ഇഷ്ടപ്പെട്ട എന്നെ കൂടെ കൂട്ടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ, താങ്ക് യു.